ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ദരിദ്ര രാജ്യങ്ങളുടെ കടങ്ങൾ റദ്ദാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഒരു നല്ല മാതൃക കാണിക്കാൻ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ. പുതുവത്സര ദിനത്തിലെ ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രാഷ്ട്രീയ നേതാക്കളോട് ഇപ്രകാരം പറഞ്ഞത്. ഒരു രാജ്യവും ജനങ്ങളെ കടം കൊണ്ട് തകർക്കരുതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സ്വർഗസ്ഥനായ പിതാവിനോട് നാം എപ്പോഴും ചോദിക്കുന്നത് പോലെ നമ്മുടെ കടങ്ങൾ ആദ്യം ക്ഷമിക്കുന്നത് ദൈവമാണ്. ദരിദ്ര രാജ്യങ്ങളുടെ കടങ്ങൾ റദ്ദാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഒരു മാതൃക കാണിക്കാൻ പാപ്പ ലോക നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ക്രൈസ്തവ പൈതൃകത്തിന് പേരുകേട്ട പടിഞ്ഞാറൻ സിറിയയിലെ ചരിത്ര നഗരമായ മളോലയിലെ ക്രൈസ്തവർ ഭീതിയുടെ നടുവിൽ. സിറിയയിലെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷമുള്ള ആഴ്ചകളിൽ ചരിത്ര നഗരമായ മളോലയിലെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള തീവ്രമായ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്ന് കാത്തലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ക്രൈസ്തവ കുടുംബങ്ങൾക്കെതിരെ അവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കാനുള്ള ഭീഷണികൾ ഉണ്ടായെന്നും ചില ക്രിസ്ത്യാനികളോടും അവരുടെ വീടും പട്ടണവും വിട്ടുപോകാൻ ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2025 ജൂബിലി വർഷത്തോടനുബന്ധിച്ച് റോമിലെ മരിയ മജ്ജോർ ബസിലിക്കയിൽ ദൈവമാതാവായ മറിയത്തിന്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ വാതിൽ തുറന്നു. ഡിസംബറിൽ കർദിനാളായി ഉയർത്തപ്പെട്ട ലിത്വാനിയൻ കർദിനാൾ റൊലാൻഡസ് മക്രിക്കാസ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഭയുടെ ആദ്യ ജൂബിലി മുതൽ തീർത്ഥാടകരെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചതും ഇരുട്ടിനെ പ്രകാശിപ്പിക്കുന്ന കടലിന്റെ നക്ഷത്രം പോലെ മറിയത്തിന്റെ മാർഗനിർദ്ദേശത്തിനെ തുടർന്നും ശബ്ദമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും കർദിനാൾ മക്രിക്കാസ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ മുൻ തലവൻ കർദിനാൾ ആഞ്ചലോ അമാത്തോ ദിവംഗതനായി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, മദർ തെരേസ, പോർച്ചുഗലിലെ ഫാത്തിമയിൽ ദൈവമാതാവിന്റെ ദർശനം ലഭിച്ച ഫ്രാൻസിസ്കോ, ജസീന്ത തുടങ്ങി 913 സമുന്നത വ്യക്തിത്വങ്ങളെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇറ്റാലിയൻ പൗരനും സലേഷ്യൻ സന്യാസ സമൂഹാംഗവുമായിരുന്ന കർദിനാൾ ആഞ്ചലോ 4 പതിറ്റാണ്ടോളം വത്തിക്കാനിൽ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരള യൂത്ത് കോൺഫറൻസ് ജനുവരി 3, 4, 5 തീയതികളിൽ കോതമംഗലം രൂപതയുടെ ആതിഥേയത്വത്തിൽ മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. സഭ, സാമുദായിക, കലാ, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കേരളീയ സഭയും സമൂഹവും നേരിടുന്ന ആനുകാലിക വിഷയങ്ങളിൽ 3 ദിനങ്ങളിലായി യുവജനങ്ങൾ സംവദിക്കും. KCYM സംസ്ഥാന പ്രസിഡന്റ് ഇമ്മാനുവൽ MJ അധ്യക്ഷത വഹിക്കും. പൊളിറ്റിക്കൽ മീറ്റ്, കലാസന്ധ്യ, പാനൽ ചർച്ചകൾ, മീഡിയ മീറ്റ് തുടങ്ങിയവ KYCയുടെ മറ്റ് ആകർഷണങ്ങളാണ്. KCBC പ്രസിഡന്റ് മോറാൻ മാർ ബെസേലിയസ് കാർഡിനൽ ക്ലീമിസ് കാതോലിക്ക ബാവ, കർദിനാൾ മാർ ജോർജ് കുവക്കാട്, ന്യൂനപക്ഷകാര്യ വകുപ്പ് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, KCBC യൂത്ത് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ക്രിസ്തുദാസ് R, കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് റോഷി അഗസ്റ്റിൻ, മൂവാറ്റുപുഴ MLA അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാലിൻ ജോസഫ്, സംസ്ഥാന ഡയറക്ടർ സ്റ്റീഫൻ തോമസ് ചാലക്കര, രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി, ആനിമേറ്റർ സിസ്റ്റർ റെറ്റി FCC, വിവിധ രൂപതകളിൽ നിന്നുള്ള യുവജന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.